നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേക വീഡിയോകളാണ് ചെയ്തു വന്നിരുന്നത്. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ചോതി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1202 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. കാലം മാറുമ്പോൾ ഭാഗ്യവും മാറും. ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ജീവിതവും പുതിയ മേച്ചിൽപ്പുറങ്ങളും ഉയരങ്ങളും തേടും. ഓം രാഹവേ നമ. പ്രിയ ചോതി നക്ഷത്രക്കാരെ, കൊല്ലവർഷം 1202 ആണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന അതീവ പ്രാധാന്യമുള്ള വർഷമാണ്. രാഹു അധിപനായിട്ടുള്ള ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭാഗ്യം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, വിദേശയോഗം, തൊഴിൽ വളർച്ച, കുടുംബ സൗഖ്യം എന്നിവയിലൊക്കെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ശനിദശയും കേതുർദശയും ഒക്കെ അനുഭവത്തിലുള്ളവരാണ് എങ്കിൽ അവർക്ക് ഗുണഫലങ്ങൾ അല്പം കുറഞ്ഞു എന്ന് വരാം. അവർ കൂടുതലായി കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. അവർക്ക് ചില പരീക്ഷണങ്ങളും വെല്ലുവിളികളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. കൂടുതൽ വിശദീകരണത്തിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. ആദ്യം നമുക്ക് പൊതുഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. പൊതുഫലങ്ങൾ ധനം, തൊഴിൽ, കുടുംബം, ആരോഗ്യം, ഓരോ പാദത്തിലുമുള്ള ഫലങ്ങൾ, ത്രൈമാസ ഫലങ്ങൾ, ഭാഗ്യയോഗങ്ങൾ, പരിഹാരങ്ങൾ എന്നിവയെല്ലാം പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം. സർവ്വലോകങ്ങളെയും അനുഗ്രഹിക്കുന്ന സംരക്ഷിക്കുന്ന മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ചോതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം നമുക്ക് പൊതുവായ ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഈ വർഷം മുൻ വർഷങ്ങളെക്കാൾ മികച്ച പുരോഗതി ലഭിക്കുന്ന വർഷമാണ്. കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്ന വർഷമാണ്. മുൻകാലങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങളും നിരാശകളും അപമാനങ്ങളുമെല്ലാം മാറി വരുന്നതാണ്. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുന്നതാണ്. സംസാരത്തിലെ മാധുര്യവും നയതന്ത്രപരമായിട്ടുള്ള സമീപനവും ശത്രുക്കളെ പോലും സുഹൃത്തുക്കളാക്കി മാറ്റാൻ സാധിക്കുന്ന വർഷമാണ്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ കൈവരുന്നതാണ്. പലർക്കും ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്ന ഒരു വർഷമാണ്. ഇനി ചോതി നക്ഷത്രക്കാരുടെ ബിസിനസ്, തൊഴിൽ എന്നീ മേഖലയൊന്ന് പരിശോധിക്കാം. തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സർക്കാർ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ കിട്ടുന്നതാണ്. IT, മീഡിയ, കമ്മ്യൂണിക്കേഷൻ, വ്യാപാരം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പങ്കാളിത്ത ബിസിനസ് നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ കരാറുകളൊക്കെ ലഭിക്കാം. ചിലർക്ക് പുതിയ സ്വന്തമായിട്ടുള്ള ബിസിനസ് ഒക്കെ ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദേശ കമ്പനികളുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി സാമ്പത്തിക കാര്യങ്ങള് ചോതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനയോഗങ്ങൾ വളരെ ശക്തമായിട്ടുള്ള വർഷമാണ്. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ തുറക്കുന്നതാണ്. മുൻപ് കുടുങ്ങിക്കിടന്നിരുന്ന പണം തിരിച്ചു കിട്ടുന്നതാണ്. ഭൂമി, വീട്, വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗം ശക്തമാണ്. സ്വർണം, ഭൂമി, ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. എന്നാൽ രാഹുവിന്റെ സ്വാധീനമുള്ളതുകൊണ്ട് ചതുവൊക്കെ നേരിടാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം. അറിയാത്ത ആളുകളുടെ ഉപദേശപ്രകാരം വലിയ നിക്ഷേപങ്ങളൊന്നും നടത്താതിരിക്കുക. ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നും ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇനി ചോതി നക്ഷത്രക്കാരുടെ കുടുംബം, ദാമ്പത്യം എന്നീ മേഖലകളൊക്കെ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകുന്ന വർഷമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കുന്ന വർഷമാണ്. സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല കാലമാണ്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചകൾ അവസാനിക്കുന്നതാണ്. ഇനി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ആരോഗ്യപരമായി പൊതുവെ മെച്ചമുണ്ടാകുന്ന സമയമാണ്. എന്നാൽ വായുക്ഷോഭം, അലർജി, മുട്ടുവേദന, അസ്ഥി സംബന്ധ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് എന്നിവയൊക്കെ ഇടയ്ക്കിടെ ഉണ്ടായേക്കാം. യോഗയും പ്രാണായാമവും ഒക്കെ ചെയ്യുക. ഇനി ത്രൈമാസ ഫലങ്ങളിലേക്ക് കടക്കാം. ചിങ്ങം മുതൽ തുലാം വരെയുള്ള മാസങ്ങളിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാം. തൊഴിലിൽ അംഗീകാരങ്ങൾ ലഭിക്കാം. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നതാണ്. വരുമാനം വർദ്ധിക്കുന്നതാണ്. ഇനി വൃശ്ചികം മുതൽ മകരം വരെയുള്ള മാസങ്ങളിൽ ഭാഗ്യം ഏറ്റവും ശക്തമായി
ശക്തമാകുന്ന മാസമാണ്. ഭൂമി, വീട്, വാഹനം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ അനുകൂലമാകും. വിവാഹയോഗം ശക്തമാകുന്നതാണ്. ഇനി കുംഭം മുതൽ മേടം വരെയുള്ള മാസങ്ങളിൽ വിദേശയാത്ര, ബിസിനസ് നേട്ടങ്ങൾ, മക്കളുടെ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ, ആത്മീയതയിലേക്കുള്ള താല്പര്യം എന്നിവയൊക്കെ വർദ്ധിക്കാം. ഇനി ഇടവം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളിൽ ചിലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. നിക്ഷേപങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. എന്നാൽ വർഷാവസാനം മികച്ച ഫലങ്ങളും ലഭിക്കാം. ഇനി ഓരോ പാദക്കാരുടെയും പ്രത്യേക ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഒന്നാം പാദക്കാർക്ക് അധികാര യോഗം ശക്തമാകുന്ന വർഷമാണ്. പദവിയും അംഗീകാരവും ലഭിക്കും. സർക്കാർ മേഖലയിലുള്ളവർക്ക് ഉയർച്ചയുണ്ടാകുന്നതാണ്. വിദേശ ബന്ധങ്ങൾ വർദ്ധിക്കും. രണ്ടാം പാദക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. പുതിയ സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്വർണവും ഭൂമിയും വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതാണ്. ഇനി മൂന്നാം പാദക്കാർക്ക് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ്. വിവാഹയോഗം ഉണ്ടാകുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി നാലാം പാദക്കാരുടെ കാര്യങ്ങളൊന്നും നോക്കാം. ആരോഗ്യകാര്യത്തിൽ ഇവർ അതീവ ശ്രദ്ധ പുലർത്തുക. ചെലവുകൾ നിയന്ത്രിക്കുക. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. കൈവിടാതിരിക്കുക. ഇനി ചോദ്യ നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ അധിക ഭാഗ്യകാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. വിദേശയോഗം, വീട് നിർമ്മാണ യോഗം, വാഹനയോഗം, സന്താനയോഗം, വിവാഹയോഗം, ബിസിനസ് വികസന യോഗം, തൊഴിൽ ഉയർച്ച, സമൂഹത്തിൽ അംഗീകാരം എന്നീ യോഗങ്ങൾ വർദ്ധിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. ശനിദശയോ കേതുർദശയോ ആണ് അനുഭവിക്കുന്നതെങ്കിൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാം. മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആരോഗ്യകാര്യത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാലതാമസം ഉണ്ടാകാം. എന്നാൽ ശരിയായ ദോഷപരിഹാരങ്ങൾ ചെയ്താൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകുന്നതുമാണ്. മറ്റ് ദശാകാലങ്ങളുള്ളവർക്ക് ഈ വർഷം ഗുണഫലങ്ങൾ വർദ്ധിച്ച് ലഭിക്കുന്നതാണ്. ഇനി കൂടുതൽ ദോഷപരിഹാരത്തെ ഒന്ന് പരിശോധിക്കാം. സർപ്പങ്ങളെ നിത്യം ഭജിക്കുക. ജന്മനക്ഷത്ര ദിവസം നിർബന്ധമായിട്ടും 100 പാലും നടത്തുക. സർപ്പങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുക. ഓം രാഹവേ നമ എന്ന മന്ത്രത്തെ 108 പ്രാവശ്യം നിത്യം ജപിക്കുക. ദുർഗാക്ഷേത്രത്തിൽ ആരാധന നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും ദേവീ ക്ഷേത്ര ദർശനം പതിവാക്കുക. നെയ്വിളക്ക് തെളിയിക്കുക. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ശിവക്ഷേത്ര ദർശനം നടത്തി തിങ്കളാഴ്ച ദിവസങ്ങളിൽ കൂവളമാല സമർപ്പിക്കുക. ജലധാര നടത്തുക. മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കറുത്ത എള്ള് ദാനം ചെയ്യുക. ശനിദോഷത്തിനും രാഹുദോഷത്തിനും ഇത് ശക്തമായ പരിഹാരമാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും അന്നദാനം നടത്തുക. പ്രിയപ്പെട്ട ചോദ്യ നക്ഷത്രക്കാരെ, കൊലവർഷം 1202 ആണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാന വർഷമായി മാറാൻ സാധ്യതയുണ്ട്. വിശ്വാസവും കഠിനാധ്വാനവും പ്രാർത്ഥനയും കൈവിടാതിരിക്കുക. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ അസാധ്യമായത് ഒന്നുമില്ല. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണിന മനോരഥേഹി. അധ്വാനിക്കുന്നവർക്കാണ് വിജയം എന്നത് സത്യം മനസ്സിലാക്കിയിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർ ദിവസങ്ങളിൽ മറ്റ് നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.